ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ വന്നിരിക്കുന്നത് ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നറിയാം ഈ ഒരു വീഡിയോയ്ക്ക് ആയിട്ട്. സോറി, ചെറിയൊരു ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയത്. ഈ ഒരു മോഡൽ ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. 2-3 ടൈപ്പിൽ നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാം കേട്ടോ. അതിൽ ഏറ്റവും ഈസിയായ മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിനായിട്ട് സാറ്റിൻ മെറ്റീരിയൽ 3 ഇഞ്ച് വീതിയിലും 22 ഇഞ്ച് നീളത്തിലുമാണ് ഞാൻ ഈ ഒരു സാറ്റിൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ആദ്യം മടക്കി കൊടുക്കാം. അതായത് സാറ്റിൻ മെറ്റീരിയലിൻ്റെ ഗ്ലേസിങ് വരുന്ന ഭാഗം പുറത്തേക്ക് വരണം. ആ രീതിയിൽ നമുക്കിങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒരു ടൂൾ ഉപയോഗിച്ച് പ്ലീറ്റ്സ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ. അടുപ്പിച്ച് ചെറിയ പ്ലീറ്റ്സ് വേണം നമ്മൾ ഈ ഒരു ഫ്ലവറിന് ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് സാറ്റിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ അറ്റവശമൊക്കെ നമ്മളിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ആ ഒരു നൂലൊക്കെ നമുക്കിങ്ങനെ പിന്നി പോരും. അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒന്നല്ലെങ്കിൽ ഈ പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ ആ ഒരു കട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒരുക്കി കൊടുക്കാം. എന്നാൽ പിന്നെ അതിങ്ങനെ വിട്ടു പോരില്ല. അപ്പോൾ അതിൽ ഒരുക്കിയതിന് ശേഷമാണ് ഈ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിന് ശേഷം ഈ ഒരു ഗം വെച്ചിട്ട് ഞാൻ എല്ലാ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് കുറച്ച് പക്ഷേ ഇതൊന്ന് കട്ടയായിട്ടുണ്ട്, അതുകൊണ്ട് താഴ്ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഈ ഒരു പശ നമുക്ക് താഴ്ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തില്ലേ, അതിൻ്റെ ആ സ്റ്റിച്ച് ഭാഗം ആ ഭാഗത്ത് ഫുള്ളായിട്ട് തേച്ച് കൊടുക്കണം. അതിനുശേഷം ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പതുക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ഫ്ലവർ റെഡിയായി. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ഡിസൈനാണിത്. ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. ജസ്റ്റ് മെഷീൻ ചവിട്ടാൻ മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി അതുമല്ല, നിങ്ങൾക്ക് മെഷീൻ ചവിട്ടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ കൈ കൊണ്ടും നമുക്ക് ഇതേപോലെ പ്ലീറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു അറ്റ ഭാഗത്തും ഞാൻ പശ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു നീളത്തിൽ. എന്നിട്ടും അതും നമ്മൾ ഫ്ലവറായിട്ട് അങ്ങനെ പോലെ ഒട്ടിച്ചു കൊടുക്കാം. ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് ഡ്രൈ ആക്കി വെക്കാൻ മാത്രം വെച്ചാൽ മതി. ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഫ്ലവേഴ്സാണ് ഈ കാണുന്നതെല്ലാം. കണ്ടോ എത്ര എളുപ്പത്തിലാണ് ഈ ഫ്ലവർ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് നോക്കിയാൽ. ഇനി നിങ്ങൾക്ക് ഈ പശ തേക്കുന്നതിന് പകരം സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ തുന്നി കൊടുത്താലും മതി. ഞാൻ എളുപ്പപ്പണിക്ക് ചെയ്യുന്ന പണിയാണ് ഈ ഗം വെച്ച് ഒട്ടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഫ്ലവർ വെച്ച് ചെയ്തൊരു ഫ്രോക്ക് കാണിച്ചു തരാം. ഈ ഫ്ലവർ വെച്ചിട്ട് ചെയ്ത ഒരു ഫ്രോക്കാണിത്. ഈ ഫ്രോക്ക് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ വീണ്ടും വന്നൊരു ഓർഡറാണ്. അപ്പോൾ ഈ ഒരു സെയിം മോഡൽ ഫ്ലവർ തന്നെയാണ് ഞാൻ ഇതിനും വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നു ഇനി പശ വെച്ച് ഒട്ടിച്ചുകൊണ്ട് ഈ ഫ്ലവറെല്ലാം വേഗം പോരില്ലേ എന്നുള്ളത്. അങ്ങനെയൊന്നും പോരില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, B7000 പശ വെച്ചിട്ടാണ് ഒട്ടിച്ചേക്കുന്നത്, അതുകൊണ്ട് വേഗം ഒന്നും പോരില്ല. നല്ല ഉറപ്പിൽ തന്നെ ഇത് നിൽക്കും. ഞാൻ ഈ ഡ്രസ്സും ഒട്ടിച്ചേക്കുന്നതും ആ സെയിം പശ വെച്ചിട്ട് തന്നെയാണ് ഈ ഡ്രസ്സുമേ ഞാൻ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. എൻ്റെ ചെറുതായിട്ടൊന്ന് തുന്നി കൊടുക്കും കേട്ടോ ഡ്രസ്സും വന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.